കുഴിക്കാലയിൽ നിന്ന് മറ്റൊരു സംഭവം. അപകടത്തിന് പിന്നാലെ സുഹൃത്ത് വഴിയിൽ ഉപേക്ഷിച്ച 17-കാരൻ മരിച്ചു. പത്തനംതിട്ട കുഴിക്കാലയിലാണ് ഈ സംഭവം നടന്നത്. നെല്ലിക്കാല സ്വദേശി സുധീഷാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന കുലശേഖരപതി സ്വദേശി സഹദിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുധീഷിനെ സഹദ് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? പറയൂ വിവരങ്ങൾ. ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതായത് ഈ നെല്ലിക്കാല സ്വദേശിയാണ് സുധീഷ്, 17 വയസ്സുകാരനാണ്. ഇയാളുടെ സുഹൃത്താണ് ഈ കുലശേഖരപതി സ്വദേശി സഹദ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ സഹദ് വീട്ടിൽ വന്ന് വൈകുന്നേരത്ത് വീട്ടിൽ വന്ന് ഈ 17-കാരനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുകയായിരുന്നു. ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്നാണ് പറഞ്ഞത്. മാതാപിതാക്കളോടും ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഈ 17-കാരൻ പറഞ്ഞത്. അതായത് സുഹൃത്തുക്കളാണ്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്തായാലും അതിനുശേഷം ആണ് ഈ കുഴിക്കാലയിൽ വെച്ച് ഈ അപകടം നടക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് അതിന് എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലായത്. ഈ അപകടത്തിൽ സുധീഷ് വീണ് കിടക്കുന്നു, അപ്പോൾ തന്നെ മരിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാലും അതിനുശേഷം ഈ ബൈക്ക് തള്ളി ഈ സഹദ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും നാട്ടുകാരെ തടയുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നാട്ടുകാർ ഇയാളെ തടഞ്ഞു വെച്ചു, ഈ സഹദിനെ. ഉടൻ തന്നെ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാലും ഇപ്പോൾ ആറന്മുള പോലീസ് സ്റ്റേഷനിലുണ്ട്. എന്താണ് ഓടാൻ കാരണം എന്നതിനെ കുറിച്ചൊക്കെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. എന്തായാലും ഈ 17-കാരൻ സുധീഷ് മരിച്ചിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ പത്തനംതിട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്.